நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പറയുന്ന പോലെ പ്രവർത്തിച്ച നിന്റെ കാര്യങ്ങളെല്ലാം നടക്കും. എന്റെ കാര്യവും നടക്കും. ഒരു കൊടുക്കൽ വാങ്ങൽ. നമ്മൾ ശത്രുവിനെ അടക്കണമെങ്കിൽ നമ്മുടെ കൂടെ ആള് വേണം. നീ ഞാൻ പറയുന്ന അഡ്വക്കേറ്റ് അർജുനെ വരച്ച വരെ നിർത്തിയ, അയാള് ജയിലഴിക്കുള്ളിലാക്കിയ, അതിനു പകരം നിന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കി തരാം. നിന്റെ അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുമല്ലോ. ഇത്രയും ക്രിമിനൽസിന്റെ കൂടെ ഇടപഴകിയ എനിക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ തയ്യാറായാലേ എന്തെങ്കിലുമൊക്കെ കിട്ടൂ. നീ ആദ്യം എന്റെ ഒപ്പം നിൽക്ക്. അഡ്വക്കേറ്റ് അർജുനെ ഞാൻ പറയുന്ന രീതികളിലൂടെ പോയി പരിചയപ്പെടണം. പരിചയത്തിന്റെ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയും. അതിലൊന്നും ഒരു പിഴവും വരുത്താതെ നീ നീങ്ങിയാ നമ്മൾ വിജയിക്കും. അർജുൻ ജയിലിലായി കഴിഞ്ഞ അടുത്ത നിമിഷം നിന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കും. നമ്മൾ എതിരിടാൻ പോകുന്നത് ചിലർക്കാരെ അല്ല. ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഈസി അല്ല. അർജുനനെ പരിഗണിച്ചില്ലെങ്കിലോ? മോളെ, ഒരു കാര്യം അത്ര ഈസി അല്ല. എല്ലാത്തിനും അല്പം കഷ്ടപ്പെടാൻ തയ്യാറാവണം. അർജുൻ നിന്നെ മൈൻഡ് ചെയ്യും, പക്ഷെ സമയമെടുക്കും. പിന്നെ നീ ഒരു കൗശലക്കാരനായ അഡ്വക്കേറ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇത് നിനക്കുള്ള ട്രെയിനിങ്ങാ. ക്ഷമയോടെ ശ്രമം തുടരണം. ഒരെണ്ണം പോലും തെറ്റരുത്. തെറ്റിയാൽ എല്ലാ താളവും തെറ്റും. നിന്റെ അച്ഛനെ നിനക്ക് ജയിലിൽ നടക്കണ്ടേ? അതിനെന്റെ മോള് ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടാ മതി. ഞാൻ കൂടെ ഉണ്ട്. ചേച്ചി എന്നെ ചതിക്കരുത്. എനിക്ക് മറ്റാരുമില്ല. എന്റെ നിവൃത്തികേടുകൊണ്ടാ ഞാനിതൊക്കെ സമ്മതിക്കുന്ന. എന്റെ അവസ്ഥ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. നീ ആദ്യ പരീക്ഷയിൽ വിജയിച്ച പിന്നെ എളുപ്പ. ചേച്ചി പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് എന്റെ അച്ഛനെ പുറത്തിറക്കണം, ഏത് വഴിയിലൂടെ ആയാലും. ഗുഡ്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നീ എന്റെ ഒപ്പം കൂടിക്കോ. നിനക്ക് ഞാനുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ആവശ്യമുള്ളപ്പോ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഒരു കാരണവശാലും ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരും അറിയണ്ട. അങ്ങനെ സംഭവിച്ചാ എല്ലാം പൊളിയും. നമ്മുടെ ഫോൺ ഡീറ്റെയിൽസോ ലൊക്കേഷനോ ഒരിക്കലും പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റരുത്. ശരി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ എത്രയും വേഗം സാധാ കേസുമായിട്ട് അഡ്വക്കേറ്റ് അർജുനെ കാണണം. ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം. മോള് ചെല്ല്. പോ.